ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ആൻറ്റിയമ്മയെ വിളിച്ചിട്ട് മാനസ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. മാനസിക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. എന്നെ രക്ഷിക്കണം ആൻറ്റിയമ്മ എന്നൊക്കെ പറയുകയാണ്. അപ്പോഴത്തേനും ആൻറ്റിയമ്മ ചോദിക്കുന്നുണ്ട്, എന്താ നിനക്ക് പറ്റിയത്? ആൻറ്റിയമ്മ, ഡൽഹിയിലേക്ക് ആ പ്രോജക്റ്റ് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് കൃഷി എന്നെ ക്ഷണിച്ചിരിക്കുകയാണെന്ന് പറയുന്നു. അതിനെന്താ, നീ അത് പോയി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ പോരെ, അതിന് ഇത്ര ടെൻഷനല്ലേ? നീ വരച്ച ഡിസൈൻ നീയല്ലേ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണ്ടേ എന്ന് പറയുമ്പോൾ മാനസ പറയുന്നുണ്ട്, അതിന് ഞാൻ വരച്ചതായിട്ട് വേണ്ടേ എന്ന് പറയുന്നു. പിന്നെ ആര് വരച്ചതായിട്ടാണ് നീ പറയുന്നത്? അത് കൺമണിയാണ് എനിക്ക് ആ ഡിസൈൻ വരച്ചു തന്നത്, അവൾക്ക് അതിനെക്കുറിച്ച് അറിയുള്ളൂ എന്ന് പറയുമ്പോൾ ആൻറ്റിയമ്മ ഞെട്ടിത്തരിക്കുന്നുണ്ട് കേട്ടോ. നിനക്ക് ഒരു കഴിവും ഇല്ലേ കുഞ്ഞ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും എന്നെ ഒന്ന് രക്ഷിക്കുക ആൻറ്റിയമ്മേ, ഞാൻ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ആൻറ്റിയമ്മയുടെ അടുത്തേക്ക് തന്നെയല്ലേ വരുന്നത്, അതുകൊണ്ട് തന്നെ ഇനിയും അത് തന്നെ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ആൻറ്റിയമ്മ ചോദിക്കുന്നുണ്ട്, എന്തായാലും ഈ മണ്ടത്തരൊക്കെ കാണിച്ചു വെച്ച നീയല്ലേ, എന്തായാലും വരട്ടെ, നമുക്ക് വരുന്നത് വെച്ച് കാണാം, നോക്കട്ടെ, നീ ടെൻഷനൊന്നും അടിക്കണ്ട എന്ന് പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് കൺമണിയുടെ വീട്ടിലാണ്. മനോജാണെങ്കിലോ പുതിയ കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് പോകുമ്പോഴത്തേനും അച്ഛൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങുന്നുണ്ട് കേട്ടോ. മനോജിൻ്റെ പുതിയ ലുക്ക് കാണുമ്പോൾ വളരെ സന്തോഷപ്പെടുന്നുണ്ട് അച്ഛൻ. അങ്ങനെ കൺമണിയും അവിടെ വരുന്നു. അമ്മായിമാരെല്ലാവരും തന്നെ അത് കണ്ടു നിൽക്കുകയാണ്. ഈ മനോജിൻ്റെ ഒരു ശുക്രദശ കണ്ടില്ലേ, അവനിപ്പോൾ എങ്ങനെയാണ് കോട്ടും സൂട്ടൊക്കെ ഇട്ടിട്ട് പോകേണ്ട അവസ്ഥ വരുന്നുണ്ടല്ലോ. എന്തായാലും അവന് കാറൊന്നും കിട്ടില്ല, എന്തായാലും ബസ്സിൽ തൂങ്ങിപ്പിടിച്ചായിരിക്കും പോകുന്നത്. അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാത്തു നിൽക്കുന്നതെന്ന് പറയാം കേട്ടോ. അതിനുശേഷം തന്നെ അത് ലക്ഷ്മിയും അതുപോലെ തന്നെ മോനൊക്കെ വരുന്നുണ്ട്. അപ്പോഴത്തേനും PK ഗ്രൂപ്പ്സിൻ്റെ ഒരു കാറ് വരിക കേട്ടോ ചെയ്യുന്നത്. കാറ് വന്നതിന് ശേഷം മനോജ് സാർ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഡ്രൈവർ. അത് PK ഡിസൈൻസ് ഒരു കാർ അയച്ചതാണ് സാറിന് വരാൻ വേണ്ടിയിട്ടെന്ന് പറയുമ്പോൾ അതും കണ്ടിട്ട് ഈ അമ്മായിമാർ ആകെ ഞെട്ടി ധരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇനി അദ്ദേഹം കാറിലൊക്കെയാണ് പോകുന്നത്. ഇത് കണ്ടിട്ട് എല്ലാവർക്കും സന്തോഷമാണ്, പ്രത്യേകിച്ച് കൺമണിക്കും അച്ഛനൊക്കെ കേട്ടോ. അതിനുശേഷം തന്നെയാണ് മോൻ പോയിട്ട് വായോ എന്ന് പറയുന്നു. അങ്ങനെ മനോജ് പോകുമ്പോഴത്തേനും അമ്മായിമാർക്കൊക്കെ ദേഷ്യമാവുന്നുണ്ട്. അങ്ങനെ കൺമണിക്കും അച്ഛനും സന്തോഷത്തോട് കൂടി നിൽക്കുന്ന സമയത്താണ് പിന്നീട് അവിടേക്ക് വരുൺ വരുന്നത്. വരുൺ വരുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺമണിയെ കൂട്ടിക്കൊണ്ട് പോകാനാണ്. കൺമണിയെ ഓഫീസിലേക്ക് എന്നും കൊണ്ടുവരുന്നത് വരുണാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് വരുൺ വരുന്നത്. അത് കാണുന്ന അമ്മായിമാർ, ഓ അവനും വന്നു, അകത്തമ്മയെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരിക്കും അവനും വന്നിട്ടുണ്ടാവുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ എന്തായാലും അവർ പോട്ടെ, സന്തോഷിച്ച് നിൽക്കുകയാണ്. എന്തോ ഒരു പണി ഒപ്പിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ വരുൺ ചോദിക്കുന്ന സമയത്ത് തന്നെ കൺമണി, വരുൺ പൊയ്ക്കോളും, ഞാൻ പിന്നെ വരാം എന്ന് പറയുന്നു. പക്ഷേ അച്ഛനും ചേട്ടത്തിയമ്മയൊക്കെ എന്തായാലും മോള് പോയിട്ട് വാ, വരുൺ വന്നതല്ലേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വരുണിൻ്റെ കൂടെ കൺമണിയെ പറഞ്ഞയക്കുകയാണ്. അതിനുശേഷം തന്നെ പെട്ടെന്ന് തന്നെയാണ് വണ്ടി പഞ്ചറാവുകയാണ്. കാരണം അമ്മായിമാർ ഒപ്പിച്ചൊരു പണിയാണ്. ഇങ്ങനെ സംഭവിക്കാറില്ലല്ലോ കൺമണി, എന്താ ഇങ്ങനെ സംഭവിച്ചതെന്നറിയില്ല. പൊതുവേ ആ കൺമണിയെ കൊണ്ടുവരുമ്പോഴും എനിക്ക് പ്രശ്നം ഉണ്ടാവില്ല. ഇന്ന് ചിലപ്പോൾ ഇത് പൊട്ടാനൊക്കെ കാരണം തന്നെ എന്നൊക്കെ പറയുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കൺമണിക്കും എനിക്കും സംസാരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്നൊക്കെ വരുൺ അവിടെ പറയുകയാണ്. അപ്പോഴൊരു സാർ അവിടേക്ക് വരുന്നുണ്ട്. അപ്പോഴത്തേനും കൺമണി എന്തായാലും ഓഫീസിലൊക്കെയാണോ, എന്താണ് പറ്റിയത് ഇവിടെ നിൽക്കുന്നത്, ഇപ്പോഴത്തേനും ലേറ്റ് ആയല്ലോ കൺമണി എന്ന് പറയുമ്പോൾ, അത് ഞാൻ വണ്ടിക്ക് ഇവിടെ ഒരു പ്രശ്നമുണ്ട്, ഞങ്ങൾ നടന്നു വരാം എന്ന് വിചാരിച്ചു എന്ന് പറയുന്നു. അത് സാരമില്ല, വണ്ടിയിലേക്ക് കയറിക്കോ എന്ന് പറയുന്നു. കൺമണി വരുണിനെ നോക്കാതെ തന്നെ അങ്ങനെ വണ്ടിയിലേക്ക് കയറുന്നു. വരുണിനാണെങ്കിലോ ആകെ ദേഷ്യം വരിക കേട്ടോ ചെയ്യുന്നത്. കാരണം കൃഷിൻ്റെ കൂടെ കൺമണിയെ കാണുമ്പോഴത്തേനും വരുണിന് ഇറിറ്റേഷനും ദേഷ്യവും എല്ലാം കൂടി വരുന്നുണ്ട്. അതിനുശേഷം തന്നെ കൺമണിയുടെ ചേട്ടൻ മനോജിനെയും അതുപോലെ തന്നെ കൃഷിൻ്റെ അച്ഛനെയാണ് കാണിക്കുന്നത്. അമ്പലത്തിൽ വെച്ച് തന്നെയാണ്, അമ്പലത്തിൽ തൊഴാനായിട്ട് അലക്കി ഡിസൈൻസിൻ്റെ ഓരോരോ പ്രശ്നങ്ങൾ ഓർത്ത് തന്നെ ടെൻഷനായിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. ആ സമയത്ത് തന്നെയാണ് മനോജ് അങ്ങോട്ട് വരുന്നത്. മനോജ് PK ഗ്രൂപ്പിൽ ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്നതിൻ്റെ ഒരു അനുവാദം മേടിക്കാനും കൂടി വിഘ്നേഷിൻ്റെ അടുത്ത് വരുന്നതായിട്ടാട്ടോ കാണുന്നത്. അപ്പോഴത്തേനും സർ എന്താണ് ഇവിടെ ചോദിക്കുകയാണ്. ഓരോരോ പ്രശ്നങ്ങളല്ലേ മനോജ്, അത് കാരണം വന്നതാണ്, എന്താണ് തൊഴുതിട്ട് പോവാ എന്ന് പറയുന്നു. മനോജോ, എനിക്ക് പുതിയൊരു കമ്പനിയിൽ ജോലി കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ ഇതിൽ ഞാനൊന്ന് പ്രാർത്ഥിച്ച് പോവാ എന്ന് കരുതി എന്നൊക്കെ മനോജും പറയുകയാണ് കേട്ടോ. അപ്പോഴത്തേനും എന്തായാലും മനോജിനോട് കൃഷ്ണൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, എന്തായാലും കൺമണി ഉള്ളത് കൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇങ്ങനെയെങ്കിലും ജീവിച്ചു പോകുന്നത്, അവൾ ആണ് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും സഹായിക്കുന്ന കുട്ടിയെന്ന് പറയുന്നു. മനോജും പറയുന്നുണ്ട്, എനിക്കും അവൾ തന്നെയാണ് എല്ലാം, അവൾ കാരണമാണ് എനിക്ക് ഈ ജോലി പോലും കിട്ടിയതെന്ന് പറയുന്നു. അപ്പോൾ കൺമണി
കൺമണി കൊണ്ടാണ് നമ്മൾ രണ്ട് കൂട്ടരും കൊണ്ട് ജീവിക്കുന്നതെന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് സന്തോഷമാകുന്നുണ്ട്. അതിനുശേഷം തന്നെ മാനസ ആൻറ്റി അമ്മയെ കാണാനായിട്ട് വീട്ടിലേക്ക് വരുന്നു. നീ ഇത്ര നേരത്തെ എത്തിയോ മോളെ, എന്താണ് പ്രശ്നങ്ങളൊക്കെ ശരിയായില്ലേ എന്ന് ചോദിക്കുമ്പോൾ, എങ്ങനെ ശരിയാവാനാണ് ആൻറ്റിയമ്മേ, എനിക്ക് പേടിയായിട്ട് വയ്യ എന്ന് പറയുന്നു. കൃഷി ആണെങ്കിലോ ആ ഡിസൈൻ വരച്ച് കാണിക്കണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് കൂടി അറിയില്ല എന്ന് പറയുന്നു. നിന്നോട് ഒരു പ്രാവശ്യമല്ലേ കൃഷി അത് പറഞ്ഞിട്ടുള്ളൂ, എന്തായാലും വരട്ടെ, നീ അത് പേടിക്കേണ്ട, ഡൽഹിയിൽ പോണ കാര്യങ്ങളൊക്കെ അല്ലേ, അത് നമുക്ക് പതിയെ തീരുമാനിക്കാം, നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയുകയാണ്. എന്നാലും ഒന്ന് പോ പെണ്ണെ, ഒന്നും ടെൻഷൻ അടിക്കേണ്ട, കൃഷിൻ്റെ ഭാര്യയായിട്ട് നീ വരണമെന്ന് എനിക്ക് ആദ്യമേ ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിന്നെ രക്ഷിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കും, നിൻ്റെ കൂടെ ഞാൻ എന്നും ഉണ്ടാവുമെന്ന് ആൻറ്റിയമ്മ മാനസയോട് പറയുന്നു കേട്ടോ. മാനസയ്ക്ക് അപ്പോൾ കുറച്ച് സമാധാനമാവുന്നുണ്ട്. അങ്ങനെ കൃഷിൻ്റെ അച്ഛൻ വരുന്നുണ്ട്. അമ്പലത്തിൽ പോയി വന്നതിൻ്റെ പ്രസാദം മാനസയ്ക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എന്ന് അമ്പലത്തിൽ പോയിട്ട് വന്നാണ് മോളെ നമ്മുടെ അലികയ്ക്ക് വേണ്ടിയിട്ട് തന്നെ. പിന്നെ മോളൊരു കാര്യം ചെയ്യണം, മോളാണല്ലോ ആ ഡിസൈൻ വരച്ചത്, ചിലപ്പോൾ ഡൽഹിയിൽ പോയതിന് ശേഷം മോൾ ആ ഡിസൈൻ ഒന്ന് അവരുടെ മുന്നിൽ തകർത്തൊന്ന് വരച്ച് കൊടുക്കേണ്ടി വരുമെന്ന് പറയുന്നു കേട്ടോ. അപ്പോഴത്തേന് മാനസിക വീണ്ടും ടെൻഷൻ ആവുന്നുണ്ട്. മനുഷ്യൻ പോകുന്ന സമയത്ത് തന്നെ മാനസി ആൻറ്റിയും സംസാരിക്കുന്നുണ്ട് കേട്ടോ. നീ ഒരു കാര്യം ചെയ്യും, എന്തായാലും കൺമണിയെ എന്തായാലും ഒന്നും കൂടെ സോപ്പിട്ട് നിൽക്കണം, അവളാണ് ഈ ഡിസൈൻ നിനക്ക് വരച്ചു തന്നത്, അതുകൊണ്ട് തന്നെ അതിന് എക്സ്പ്ലെയിൻ ചെയ്തു തരാനും അവൾക്ക് തന്നെ അറിയുള്ളൂ, അതെല്ലാം നീ കണ്ടു പഠിക്കണം, അവളുടെ ചെറിയ തെറ്റൊക്കെ നീ അംഗീകരിച്ച് തന്നെ കൊടുക്കണം, അതിനോട് ദേഷ്യമൊന്നും തോന്നരുത്, അതുകൊണ്ട് തന്നെ അവൾ നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും വിജയിക്കുമെന്ന് പറയുന്നു. അപ്പോൾ മാനസ കൺമണിയെക്കുറിച്ച് പറയുന്നത്, കൺമണി നല്ല കുട്ടിയാണ്, കാരണം അവൾ എനിക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നവളാണ്, അവൾ കാരണമാണ് കൃഷ്ണനെ എനിക്ക് കിട്ടിയത്, കൃഷ്ണനെ എനിക്ക് കിട്ടണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും കൺമണി തന്നെയാണെന്ന് പറയുമ്പോൾ എന്തായാലും ആൻറ്റിയമ്മയ്ക്ക് സമാധാനമാവുന്നുണ്ട്. അങ്ങനെ കൺമണി ഡിസൈൻ വരയ്ക്കുന്ന സമയത്ത് തന്നെ മാനസ അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കൺമണി എന്ന് പറഞ്ഞിട്ട് ചെല്ലുന്നുണ്ട്. അപ്പോഴത്തേനും മേഡം എന്താണ് മേഡം ഇങ്ങോട്ട് വന്നിട്ടുള്ളത് എന്ന് പറയുമ്പോൾ, മോളെ നിന്നെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്, എനിക്ക് ആകെ ഒരു പ്രശ്നത്തിൽ കുടുങ്ങിയിരിക്കുകയാണ് കൺമണി ഞാനെന്ന് പറയുമ്പോൾ, എന്താണ് മേഡം, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നോട് സംസാരിക്കാൻ പറ്റുവാണെങ്കിൽ മേഡത്തിന് അത് എന്നോട് തന്നെ പറയാമെന്നും കൺമണി മാനസിയോട് പറയുന്നുണ്ട്. മനസ്സ് പറയുന്നുണ്ട്, നീ അറിയണം, നിനക്ക് എന്നെ രക്ഷിക്കാനായിട്ട് പറയുള്ളൂ, ആ ഡിസൈൻ വരച്ചു കൊടുക്കാൻ വേണ്ടി ഡൽഹിയിലേക്ക് എനിക്ക് പോകേണ്ട കാര്യമുണ്ട്, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഒരു മിസ്റ്റേക്ക് കാരണമാണ് നമുക്ക് ആ ഒരു പ്രൊജക്റ്റ് നഷ്ടപ്പെട്ടത്, അത് നമ്മൾ തന്നെ വരച്ചു കൊടുക്കണം എന്നൊക്കെ പറയുന്നത്. പക്ഷേ എനിക്കതിന് സാധിക്കുമോ എന്ന് എനിക്കറിയില്ല, കാരണം നീയല്ലേ ഡിസൈൻ എനിക്ക് വരച്ചു തന്നത്, അതാണോ പ്രശ്നം, മേഡം ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡിസൈനെക്കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം മേഡത്തിന്, അത് ഞാൻ എങ്ങനെയൊക്കെയാണെന്നുള്ളത് പറഞ്ഞു തരാം, ഇതും മേഡത്തിന് ഡൽഹിയിലേക്ക് പോവേണ്ടി വന്നാൽ അവിടെ പോയി ഒന്ന് അവതരിപ്പിച്ചാൽ പോലെ, അതിനെക്കുറിച്ചാണോ മേഡം ഇങ്ങനെ ടെൻഷനായിട്ടിരിക്കുന്നത്. അപ്പോൾ ആൻറ്റിയമ്മയാണെങ്കിൽ അവിടെ നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ, ഇവർ രണ്ടുപേരും എന്താണ് പറയുന്നതെന്നുള്ളത്. അങ്ങനെ കൺമണിയോട് ഒരുപാട് സ്നേഹത്തോടുകൂടി മാന സംസാരിക്കുന്നുണ്ട്, നീ കാരണമാണ് എനിക്ക് എല്ലാം ഇന്ന് വരെ നേടിയത്, അതുകൊണ്ട് തന്നെ നിന്നെ ഒരിക്കലും എനിക്ക് വിട്ട് കളയാനും സാധിക്കില്ല, സ്നേഹിക്കാൻ മാത്രമേ കഴിയുള്ളൂ കൺമണി എന്ന രീതിയിലൊക്കെ മാനസ പറയുന്നുണ്ട് കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് വിശേഷമൊക്കെ കഴിയുന്നത്.